പ്രസിഡന്റ് ഹൂവറാണ്, ഹെർബർട്ട് ഹൂവർ. ഹൂവർക്കെതിരെ മത്സരിച്ച ഡെമോക്രാറ്റ് പാർട്ടി സ്ഥാനാർത്ഥി പ്രസിദ്ധനായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അഥവാ ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റ്. അദ്ദേഹമാണ് എന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വിജയിപ്പിക്കുന്ന പക്ഷം ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്നൊരു വാഗ്ദാനം നൽകി. അമേരിക്കക്കാർ റൂസ്വെൽറ്റല്ല ഏത് ചെകുത്താൻ വന്നാലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തയ്യാറായിട്ട് കയറും. അവർ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വിജയിച്ച അമേരിക്കൻ പ്രസിഡൻ്റായി. പിന്നെ അമേരിക്ക സാമ്പത്തികമായി നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ന്യൂഡീൽ എന്ന പേരിൽ അറിയപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അതിൽപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ മൻമോഹൻ സിംഗോ സീതാറാം യെച്ചൂരിയോ ഹർകിഷൻ സിംഗ് സുർജിത്തോ ഒന്നും കണ്ടുപിടിച്ച ഒരു സാധനമല്ല. അമേരിക്കയിൽ തൊഴിലില്ലാതായി പോയ ചെറുപ്പക്കാർക്ക്, ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്ക് ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ചു. അവിടെ എന്തെങ്കിലും ജോലി അവർ ചെയ്യണം. ഒന്നുകിൽ പൊടിക്കാറ്റ് തടയാൻ വേണ്ടിയിട്ട് ഈ വയലുകളുടെ വരമ്പത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ പെയിൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ഇവരെ ഏൽപ്പിച്ചു. ഒരാൾക്ക് ഒരാഴ്ച $30 പ്രതിഫലം നിശ്ചയിച്ചു. $30 ഇവർക്ക് $5 കൈ കൊടുക്കുള്ളൂ. $25 അവരുടെ വീട്ടിലേക്ക് അയക്കണം എന്നുള്ളായിരുന്നു നിബന്ധന. ആ പൈസ കൊണ്ടാണ് സത്യത്തിൽ അമേരിക്ക വലിയ ഒരു പരിധി വരെ സാമ്പത്തികമായി നിന്ന് കരകയറിയത്.